പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അവിടുന്ന് പറഞ്ഞു, ഇത്തഖുൽ ലആനി, നിങ്ങൾ ശാപം ലഭിക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന്. അപ്പൊ സഹാബത്ത് നബി, എന്താണ് ആ ശാപം കിട്ടാൻ കാരണമായ സംഗതി? അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, അല്ലദീ യതഖല്ല ഫീ തുരീഖിൻ നാസി ഔ ഫീ ദില്ലിഹിം, ജനങ്ങളുടെ വഴികളിലും ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലും വിസർജ്യങ്ങൾ നിക്ഷേപിക്കലാണ് എന്നാണ്. അതാണ് ഹദീസിന്റെ ആശയം. അപ്പൊ നബി വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ ദൈവികമായ ശാപം കിട്ടുന്ന സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ്. അള്ളാഹുവിന്റെ ശാപം കിട്ടുന്നതുണ്ട്, മലക്കുകൾ നമുക്കെതിരെ ശാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ജനങ്ങളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങും. അങ്ങനെ പലതരങ്ങളും നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇത് പെടും. ഇതിപ്പോ അള്ളാഹു ഡയറക്റ്റിന്റെ ശാപമാണോ, അത് മലക്കുകൾ ശപിക്കുമെന്നാണോ, ജനങ്ങളുടെ ശാപം കിട്ടുമെന്നാണോ, ഇതിലൊക്കെ അത് പെടുമെന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ശാപം നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവപ്പെട്ട സാധനം. നബി, എന്താണ് ആ ശാപം കിട്ടാനുള്ള കാരണം? അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, ജനങ്ങളുടെ വഴികളിൽ അല്ലെങ്കിൽ അവരോട് വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വിസർജ്യങ്ങൾ, മനുഷ്യ വിസർജ്യങ്ങൾ നിക്ഷേപിക്കലാണെന്നാണ്. മനുഷ്യ വിസർജ്യങ്ങൾ നേർക്ക് നേരെയുള്ള ഹദീസിന്റെ ആശയം നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് വിസർജ്യങ്ങളാണ്. അവ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളായി വഴികളെയോ വിശ്രമ സ്ഥലങ്ങളെയോ കാണാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇന്നിപ്പോ സാംസ്കാരിക സമൂഹമൊക്കെ ആയതുകൊണ്ട് അതിലെ കുറവുണ്ടെങ്കിലും ആ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ വിസർജ്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഇവ രണ്ടുമാണെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിസർജ്യങ്ങളും മാലിന്യങ്ങളും വഴിയിൽ പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിൽ അതെല്ലാം അതിൽ പെടുമെന്നാണ്. ഉദാഹരണമായി അവരെണ്ണിപ്പെട്ടത്, ഒന്ന്, വഴികളിൽ തുപ്പുക. അത് ശാപം കിട്ടുന്ന സംഗതിയാണെന്നാ. തുപ്പാൻ തന്നെ ഒരു മര്യാദ നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നടക്കുന്ന വഴിക്കും നബി ഇവിടുന്ന് ഇടത് വശത്തേക്ക് മാറി നിന്ന് തുപ്പണം എന്നാണ്. മുന്നിലേക്ക് തുപ്പാൻ പാടില്ല, വലതുവശത്തേക്ക് തുപ്പണം. അത് എന്തുകൊണ്ടാണ് വലതുവശത്തേക്ക് തുപ്പാൻ പാടില്ല എന്ന് പറയാൻ കാരണം? അതിനൊരു കാരണം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നബി പറഞ്ഞു, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന വഴികളിലും വിശ്രമ സ്ഥലങ്ങളിലൊക്കെ, ഇതൊക്കെ ശാപം കിട്ടുന്ന സംഗതികളാണെന്നാണ്. അപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിക്ക് ഒരു ധർമ്മമുണ്ട്, ആളുകളോടൊരു ബാധ്യതയുണ്ട്, സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്. ഇതൊക്കെ തിരിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും വിട്ടു നിൽക്കണമെന്നും ചെയ്താൽ മറ്റ് നിയമ നടപടികളിൽ ഭൗതികമായി വരുമെന്നല്ലല്ലോ നബി പറയുന്നത്. അത് ശാപം കിട്ടുന്ന സംഗതികളാണ്. എന്തിനാണ് നമ്മൾ ഈ ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതെന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളായിട്ട് ആ കാര്യത്തിൽ നിന്ന് ഒരു ശാപം കിട്ടുന്ന സംഗതിയിലേക്ക് പോകരുത്, സൂക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.